നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ വിട്ടുമാറാത്ത മൂക്കടപ്പ്, തലയ്ക്ക് ഭാരം പോലെ തോന്നുക, മുഖത്തും നെറ്റിയിലുമൊക്കെ വേദന, അതുപോലെ അലർജി ഉള്ളവരിലും അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ജലദോഷം വന്നാലും മൂക്കൊലിപ്പ് വരാതെ തലയ്ക്ക് ഭാരം പോലെയൊക്കെ തോന്നുന്ന ഈ ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സൈനസൈറ്റിസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ സൈനസൈറ്റിസ് ഉള്ളവർക്ക് തലയിൽ കഫം കെട്ടിക്കിടന്നിട്ട് അത് പോകാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു വെള്ളം ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കഫം ഇളകി പോകുന്നതായിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമതായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചക്കർപ്പൂരം 1-2 പച്ചക്കർപ്പൂരം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് ഇത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അലുത്തതിന് ശേഷം നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെയും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുമൂലം നമുക്ക് കഫം ഇളകി വരുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല സൈനസൈറ്റിസ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഇതുപോലെ 4-5 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി പിടിക്കുകയാണെങ്കിൽ സൈനസൈറ്റിസ് കുറയുന്നതായി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ നമുക്ക് സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.